കേരളത്തിന്റെ മുഴുവൻ സ്നേഹമേറ്റുവാങ്ങി കെ.എം. മാണിയുടെ അന്ത്യസംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പാലായിലേക്ക് 10,000-കണക്കിന് ജനങ്ങളാണ് ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കോട്ടയം തിരുനക്കര മൈതാനത്ത് അദ്ദേഹത്തിന്റെ മൃതശരീരം പൊതുദർശനത്തിന് വെച്ചെങ്കിലും ഇപ്പോൾ കിഴങ്ങോട്ടൽ തറവാട്ടിലേക്കും നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒഴുകിയെത്തുന്നത്. ഇന്ന് 3 മണിക്ക് നടക്കുമെന്ന് പറഞ്ഞ ചടങ്ങുകൾ ജനസഞ്ചയ തിരക്ക് കാരണം വീണ്ടും നീണ്ടുപോവുകയായിരുന്നു. കേരളം ഇതുവരെ ഒരു രാഷ്ട്രീയ നേതാവിന് നൽകാത്ത വിടചൊല്ലലാണ് കേരളം മാണിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്ന ജനത്തിരക്കിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. ഇന്നലെ ഒരു ദിവസം മാത്രം 1,00,000-ത്തിലടുത്ത ആളുകളാണ് തിരുനക്കര മൈതാനത്ത് മൃതശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. അതിനു പുറമെ കേരള രാഷ്ട്രീയത്തിലെയും കേരള സാംസ്കാരിക രംഗത്തെയും പ്രമുഖരെല്ലാം മാണിയെ കാണാനായി ഇവിടേക്കെത്തി. ഇപ്പോൾ പാലാ നഗരം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഇന്ന് 3 മണിക്ക് സെന്റ് തോമസ് കത്തീഡ്രലിൽ നടക്കുമെന്ന് പറഞ്ഞിരുന്ന ചടങ്ങുകൾ തിരക്കു കാരണം വീണ്ടും നീണ്ടിരിക്കുകയാണ്. പാലായിൽ സൂര്യനായും സുഗന്ധമായും വ്യാപരിച്ച മാണി സാറ് എക്കാലവും നമ്മളുടെ മനസ്സുകളിൽ ഈ കരിങ്ങോടയ്ക്കൽ തറവാട്ടിൽ ഉണ്ടാകും എന്നെനിക്കറിയാം. ആനയുടെ കാൽപ്പാടിൽ മറ്റേതൊരു മൃഗത്തിനും എളുപ്പത്തിൽ കടന്നു പോകാം, ഒന്നും ഭരിക്കാനില്ല. ആനയുടെ കാഴ്ചപ്പാടുകളാണ്, സിംഹത്തിന്റെ ഗർജനമാണ്, ഒരു കുഞ്ഞാടിന്റെ ശാലീനതയാണ് മാണി സാറ് കേരളത്തിന്, മലയാളികൾക്ക് പകർന്നു നൽകിയത്. അദ്ദേഹത്തിന്റെ 5 പതിറ്റാണ്ടുകള് നീണ്ടുനിന്ന ആ വലിയ ശുശ്രൂഷ കേരളീയർക്ക് രാഷ്ട്രീയ അന്നം പകർന്ന് കൊടുത്തതിന്റെ ചരിത്രമാണ്. ഈ തറവാട്ടില് കുട്ടിയമ്മ ചേച്ചി ഓരോ മനുഷ്യന്റെയും വയറിന് അന്നം പകർന്നുവെങ്കിൽ മാണി സാറ് രാഷ്ട്രീയ അന്നം പകർന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രശാന്തിന്റെ പടി ഞാൻ പ്രശാന്തനായിട്ടാണ് ഇറങ്ങുന്നത്, പ്രശാന്തിൽ നിന്ന് ഞാൻ പ്രശാന്തനായിട്ട് പാലായിക്ക് പോവുകയാണ്. വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതിലൊരുപാട് ചിന്തകളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. എന്നോട് ഇന്നലെ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് റോമിൽ നിന്ന് പ്രത്യേകം 2 തവണ വിളിച്ച് പറഞ്ഞു, ഈ തറവാട്ടിൽ വന്ന് കുട്ടിയമ്മ ചേച്ചിയോടും ജോമോനോടും എന്റെ പ്രാർത്ഥനകള് പറയാൻ മറക്കരുത്, ഞാൻ വീണ്ടും വിളിക്കുന്നത് അത് മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന്. മാണി സാറ് നമ്മുടെ ഓർമ്മയാണ്. എത്രയോ പിതാക്കന്മാരാണ് ഇന്ന് ഈ തറവാട്ടിൽ വന്ന് പ്രാർത്ഥിച്ചത്. കേരളത്തില് ഇതിനു മുമ്പും ഇനി വരും കാലത്തും ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് ഈ കരിങ്ങോടയ്ക്കൽ തറവാട്ടിൽ ഉണ്ടായത്. 2 വർഷം മുമ്പ് ഞങ്ങളുടെ ബാക്കിയുള്ള ദിവസം ഇരിക്കുകയാണ്, USA-യിലെത്തി അസുഖം പിടിച്ചപ്പോൾ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പിതാവേ, ഞാനൊരു ഓപ്പറേഷന് വിധേയനാവുകയാണ്. മന്ത്രിസ്ഥാനം രാജിവെച്ചപ്പോഴും അതിന്റെ തൊട്ടു മുമ്പ് ഫോൺ വിളിച്ചു പറഞ്ഞു, പിതാവേ, ഞാൻ രാജിവെക്കുകയാണ്. ഇംഗ്ലണ്ടില് കർഷക ശാസ്ത്രവുമായിട്ട് കൃഷിയുടെ മേന്മ പഠിപ്പിക്കാൻ എത്തിയപ്പോൾ ഗാറ്റ്വിക്കിൽ ഇറങ്ങിയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, പിതാവേ, പാലക്കാരുടെ കൃഷിയുമായിട്ട് ഞാൻ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് പോവുകയാണ്. അങ്ങനെ ജീവിതത്തിന്റെ നിർണായക മണിക്കൂറുകളിലെല്ലാം അദ്ദേഹം പാലാ രൂപതയെ ഓർത്തു. വയലിൽ പിതാവിനോടും പള്ളിക്കാപ്പറമ്പിൽ പിതാവിനോടും എന്നോടും മുരിക്കൻ പിതാവിനോടും മാണി സാർ വലിയ കാരുണ്യവും വാത്സല്യവും ഒപ്പം സംരക്ഷണവും കാണിക്കുകയും നൽകുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്വരം കേൾക്കാത്ത കോളേജുകളോ സ്കൂളുകളോ മഠങ്ങളോ പള്ളികളോ ഒന്നും പാലായിലില്ല. എല്ലാവർക്കും മാണി സാറിനെ വേണമായിരുന്നു. മാണി സാറിന്റെ പ്രസംഗം കേൾക്കണം. ഞങ്ങൾ എല്ലാവരോടും, കുട്ടിയമ്മ ചേച്ചിയോടും ജോസ് കെ മാണിയോടും, അതുപോലെ മാണി സാറിന് പഞ്ചഗ്രന്ഥം പോലെ 5 പെൺമക്കള്, എൽസമ്മയും സാലിയും ആനിയും ടെസ്സിയും സ്മിതയും, ഒപ്പം ജോമോന്റെ ഭാര്യ നിഷ, അവരെല്ലാം വലിയൊരു കൂട്ടായ്മയുടെ ബന്ധത്തിലായിരുന്നു. സത്യവിശ്വാസത്തിന്റെ പ്രഘോഷകരായിരുന്നു, പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. അതിനെല്ലാം മാണി സാറും കുട്ടിയമ്മ ചേച്ചിയും
ഒത്തൊരുമിച്ച് പെരുമാറിയതിന്റെ ഫലമായിട്ട് കൂടിയാണ് ഈ ഇന്ത്യ ഒരിക്കലും കാണാത്ത വിധത്തിലുള്ള ഈ ചരിത്ര സംഭവത്തിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചത്. ആ സംഭവത്തിൽ പങ്കെടുത്ത് നമ്മളും ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ട ജോസ് കെ മാണിയോടും ടിമ്മി ചേച്ചിയോടും കുടുംബാംഗങ്ങളും എല്ലാവരോടും പ്രാർത്ഥനകള് കലാരൂപതയുടെ പ്രാർത്ഥന നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ അങ്ങയുടെ കൽപ്പനയായി ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാവൽത്താൽ അങ്ങയുടെ അമൂല്യമായ രക്തം നിന്ന് രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങളും തടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ ഇത് ദിവസത്തിൽ അങ്ങയുടെ മഹത്വത്തിന്റെ പ്രമേയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ അങ്ങയുടെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അങ്ങയുടെ ദാസന്റെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ദൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കമ്പേൽ മാറാൻ കൻകുർബാന ലേൽ ബസ്മയ്യ സുഖാറയോ ഔദാൻ